ഈ ഇരുട്ടിൽ നേർവഴി കാട്ടിത്തരണേ, വെളിച്ചം കാട്ടിത്തരണേ അമ്മേ. അയ്യോ, എന്താ എന്താ പറ്റിയേ? നെഞ്ചുവേര് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അല്ല, എന്തോ അസ്വസ്ഥത ഉണ്ട് ഏട്ടന്. പ്രവീ, മോനെ പ്രവീ. ഒന്നുമില്ല വിമലെ, വെറുതെ എന്തിനാ അവനെ വിളിക്കണേ? ഇഴി ചൂടാക്കൊണ്ട് വരണോ? മോളെ പ്രസി, മോളെ. എനിക്കൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ഞാനൊരു വല്ലാത്ത സ്വപ്നം കണ്ടു, അല്ലാതെ വേറെ അസുഖമൊന്നുമില്ല. ഇതിപ്പോ 2 ആഴ്ചക്കുള്ളില് 3-ാം തവണയാ ഏട്ടനിങ്ങനെ. കല്യാണക്കാരി ഓർത്തുള്ള ആദ്യമാണെങ്കില് വെറുതെ എന്തിനാ മനസ്സ് വിഷമിപ്പിക്കണേ? ഒക്കെ ഗുരുവായൂരപ്പൻ നടത്തിത്തരും. എന്റെ മനസ്സിൽ എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല വിമലെ. ആദ്യണ്ട് മനസ്സ് നിറയെ അത് തന്നെയാ. അതിപ്പോ എന്തിനെ പറ്റിയൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. അമ്മ വിളിച്ചായിരുന്നോ? ഒന്നുമില്ല മോനെ, നീ പോയി കിടന്നു. അതുകൊള്ളാം, നല്ലൊരു സ്വപ്നം കണ്ട് കിടന്ന് എന്നെ വിളിച്ചുണർത്തിയിട്ട് പോയി കിടന്നു. നീ അവിടെ നല്ല സ്വപ്നം കണ്ടപ്പോ അച്ഛൻ ഇവിടെ ദുസ്വപ്ന കണ്ടേ. അതിന്റെ ഒരു വെപ്രാളായിരുന്നു. ഞാൻ കരുതി നെഞ്ചുവേന വന്നാന്ന്. അമ്മ എന്തിനാ വിളിച്ചേ? ഇവളു എത്തി. വെപ്രാളം കുറച്ച് കൂടുതലാ നിനക്ക്. മക്കളെ, നിങ്ങൾ പോയി കിടന്നു പോ. അച്ഛാ, പൊന്നിന്റെ കാര്യം എന്തായി? എന്താ പ്രസീത്, പാതിരാത്രിയിൽ അവളുടെ ഒരു പൊന്നന്വേഷണം. പോയി കിടന്നേ. മറ്റന്നാളാ കല്യാണം. നാളെങ്കിലും പൊന്നെടുത്തില്ലെങ്കിലും. ഇങ്ങനെ അന്തമില്ലാതെ ആലോചിക്കുന്നത് ഏട്ടനൊന്ന് നിർത്തുക. ഭഗവാനെ വിശ്വസിച്ചോള. ഇത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെങ്കിലും കല്യാണം നടക്കുമെന്നല്ലേ മാധവപ്പണിക്കര് പറഞ്ഞേ. അതേ ഉള്ളൂ ഈ കൂരിരുട്ടില് ഇത്തിരി വെളിച്ചായിട്ട്. നീ കിടന്നോ? ചുക്ക്, ഏലം, കുരുമുളക്, സ്വർണം. എടോ രോഹിണി, താനിങ്ങി വന്നേ, ഓടി വാ. എന്റെ കാവിലമ്മേ, രക്ഷപ്പെട്ടു. എടാ ദീപു, നീ അവിടെ എന്തെടുക്കുക? ഗായത്രി, എല്ലാരും ഒന്ന് ഓടി വാ. ഓ, എന്തൊരു നല്ലൊരു ദിവസം. എന്തോന്നാ ഇത്? നിലവിളി കേട്ടപ്പോ ഞാൻ വിചാരിച്ചല്ലോ ഷോക്ക് അടിച്ചെന്ന്. ഷോക്ക് തന്നെയാണോ? നീ അങ്ങാടി നിലവാരം കണ്ടോ? രാവിലെ 5:30 മുതലേ അടുക്കള നിലവാരം നോക്കിക്കൊണ്ടിരിക്കുക ഞാൻ. അതിനിടയിൽ ഒരു അങ്ങാടി നിലവാരം. പാലേട്ടൻ കാര്യം എന്താന്ന് പറ. നിന്റെ അച്ഛന് ഷോക്ക് അടിച്ചെന്ന്. എന്നിട്ടാണോ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നത്? എടാ ദീപു, സ്വർണത്തിന് ഒറ്റയടിക്ക് 210 രൂപയാ വർദ്ധിച്ചേ. നീ ഇത് നോക്ക്.
ഇനി ഇതങ്ങോട്ട് നിലനിന്ന് കിട്ടിയാ മതിയായിരുന്നു. എടാ മോനെ, 210 വെച്ച് 50 പവൻ എത്ര രൂപ കൂടുതലായി? നീ ഒന്ന് കൂട്ടി നോക്കിയേ. ഇതിനാണോ കയറ് കഴുത്തി കുരുങ്ങി ആടിനെ പോലെ കിടന്ന് നിലവിളിച്ചത്? അഷ്ടം തന്നെ. നീ അവിടെ നിന്നേ, ആ. ഒന്ന് നിക്കടാ. എടോ, ഈ 50 പവനും പ്രസീതയുടെ കയ്യിൽ കൊടുക്കേണ്ട കാര്യമുണ്ടോ? എന്തിന്? ഹ, അവളെന്താ ദിവസവും 50 പവനും ചാർത്തിക്കൊണ്ടാണോ നടക്കുന്നേ? അത് തന്നെയാ ഞാനും പറയുന്നേ. എടാ മോനെ, താലിമാലയും 2 വളയും മാത്രമേ പ്രസീതയുടെ കയ്യിൽ കൊടുക്കാൻ പറ്റൂ. ബാക്കിയൊക്കെ നിന്റെ അമ്മയെ ഏൽപ്പിച്ചേക്കണം. ആ, കല്യാണം കഴിഞ്ഞിട്ടില്ല, ഒന്നിവിടെ എത്തിയിട്ടില്ല. അതിനു മുമ്പേ അച്ഛനും അമ്മയും കൂടെ വീതം വയ്ക്കാൻ തുടങ്ങിയല്ലേ? അതെന്താടാ അച്ഛൻ പറഞ്ഞ കാര്യല്ലേ? അവള് ദിവസം 50 പവനും ഇട്ടോണ്ട് നടക്കുവോ? ഇല്ലല്ലോ. ദേ, വിരുന്ന് കഴിഞ്ഞാ ഒക്കെ ഊരി എന്റെ കയ്യിൽ തന്നേക്കണം, പറഞ്ഞേക്കാം. അതൊന്നും ശരിയാവില്ലമ്മേ. പൊന്ന് അവളുടെ അച്ഛനും അമ്മയും പ്രസീതയ്ക്ക് കൊടുക്കുന്നതല്ലേ, അതെന്തിനാ അമ്മ മാറ്റി വെക്കുന്നത്? അയ്യോടാ, ഹ, അവന്റെ ഒരു ന്യായവാദം. കല്യാണ പെണ്ണിന് കൊടുക്കുന്ന പൊന്നെ സ്ത്രീധനമാ. അതിന്റെ അവകാശം കല്യാണ ചെക്കനെ ഇത്രയും കാലം തീറ്റിപ്പോറ്റിയ അച്ഛനും അമ്മയ്ക്കും ഉള്ളതാ. സംഗതി പൊന്നായതുകൊണ്ട് അത് സൂക്ഷിക്കേണ്ടത് അമ്മയായ ഞാനാടാ മോനെ. ഓടക്ക് ന്യായം കൊണ്ടെങ്ങാണം വന്നാ നിന്റെ ഭാര്യയുടെ മുന്നിൽ വെച്ച് ചെവി ഞാൻ പൊന്നാക്കും. എന്റെ ജീവിതം കൊളാക്കി ഇവിടെ ഇവിടെ കളാക്കാൻ എടി എടി, അത് തുപ്പിയിട്ട് സംസാരിക്കടി. നിന്നെ ഇവിടെ ആരെങ്കിലും വിളിച്ചോ കോളാമ്പിയും കൊണ്ടുവരാൻ? അച്ഛനല്ലേ ഓടി വാന്നും പറഞ്ഞ് വിളിച്ചേ. നീ എന്താ പറഞ്ഞു വന്നേ, അത് പറ. സ്ത്രീധനം കാരണം അച്ഛനും അമ്മയും കൂടി എന്റെ ജീവിതം കൊളമാക്കി. ഇനി ഇവന്റെ ജീവിതം കൂടി കൊളമാക്കണോ? അല്ലേ, വാദ്യ പ്രതിയാക്കുന്നോ എന്റെ മോള്? നിനക്ക് തരാനുള്ള 2 ലക്ഷം ബാങ്കിൽ ഇപ്പോഴേ FD ആയിട്ട് കിടക്കുക. അത് പിന്നെ ഞങ്ങള് തരാത്തത് അവന് വേറൊരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞിട്ടല്ലേ. സ്ത്രീധനവും വാങ്ങി നിന്നെ ഉപേക്ഷിച്ച് മുരളി അവളുടെ കൂടെ ചെന്ന് പുറത്താലോന്ന് ഞാനും നിന്റെ അച്ഛനെ പേടിച്ചു. എന്നിട്ടോ സ്ത്രീധനം കിട്ടാത്തിന്റെ പേരില് എന്നെ ഉപേക്ഷിച്ചു. വിവാഹമോചനവും നടത്തി. എന്റെ മോനെങ്കിലും എനിക്ക് കിട്ടാൻ വേണ്ടി കേസ് കൊടുക്കാൻ പറഞ്ഞപ്പോ അച്ഛൻ എന്താ പറഞ്ഞേ? വക്കീലിന് കൊടുക്കണ കാശുണ്ടെങ്കിൽ ഇവിടുത്തെ 1 മാസത്തെ ചെലവ് നടക്കുന്നു. ജീവിതം കൈവിട്ടു പോയി. എനിക്ക് എന്റെ മോനെ ചേച്ചി, ചേച്ചി, ഒരു 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേച്ചിക്ക് വെറുതെ ടെൻഷൻ ഉണ്ടാക്കരുത്. ചേച്ചി, ചേച്ചി, എന്തിനാടി ഓൾഡ് ഫാഷൻ എടുത്തേ? സെലക്ഷൻ അറിയാത്തൊരു ബുദ്ധൂസ്. നീ ഇപ്പൊ ബുദ്ധൂസ് എന്ന് വിളിച്ചതേ എന്റെ അച്ഛന്. ആ, ഒക്കെ അച്ഛനാ സെലക്ട് ചെയ്തേ. എന്നെ കൂടെ കൊണ്ടുപോയില്ല. നിന്നെ കൂട്ടി പോയാൽ ഒന്നും നടക്കില്ലെന്ന് അച്ഛനറിയാം. ഇതെങ്കിലും തന്നതിന് ഈശ്വരനോട് നന്ദി പറയാൻ നോക്ക്. ദാ ഇതും കൂടെ ഉള്ളൂ. അയ്യോ മോളെ, സൂക്ഷിച്ച്. ശരി ആന്റി. പ്രസി, നീ എന്തിനാ അച്ഛൻ വന്നപ്പോ മുഖവും വീർപ്പിച്ചു നിന്നേ? പിന്നല്ലാതെ ഒരു 100 വട്ടം അച്ഛനോടും അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ പൊന്നെടുക്കുമ്പോ എന്നെ കൂട്ടിയിട്ട് പോണോന്നു. അതിന് ഞാനും പോയില്ലല്ലോ. ഇതും കൊണ്ട് ഉച്ചയ്ക്ക് ഓടിക്കളിച്ച് നിന്റെ അച്ഛൻ വന്നപ്പോഴാ ഞാൻ കാര്യം അറിയണേ. അതിന് എന്നോട് മുഖം വീർപ്പിച്ചിട്ടെന്താ? ഞാൻ ആരോട് മുഖം വീർപ്പിക്കുന്നില്ലപ്പാ. പുണ്യ പുരാതന ഫാഷൻ മുഴുവൻ ഇവിടെ എത്തിച്ചതിന് ഈശ്വരനോട് നന്ദി പറഞ്ഞോളാം. അമ്മയ്ക്ക് അതല്ലേ വേണ്ടു. ഒരു തേങ്ങ വീണാലും ഈശ്വരനോട് നന്ദി പറയും, അത് തലയിലിടാത്തതിന്. മക്കളെ സൂക്ഷിച്ച്. സൂക്ഷിച്ചോളാം ആന്റി, പൊന്നല്ലേ, ഒന്നും ആവില്ല. ആ, ഒരാഴ്ചയായി നിനക്കിത്തിരി സ്വാർത്ഥത കൂടിയിട്ടില്ലെന്ന് അമ്മയ്ക്കൊരു സംശയമുണ്ട്. ഊണ് കഴിച്ചിട്ട് പോവാന്ന് ഞാൻ നിർബന്ധിച്ചിട്ടും നീ ഒരക്ഷരം മിണ്ടിയില്ല അച്ഛനോട്. അച്ഛൻ രാവിലെ പൊതിച്ചോറ് കൊണ്ടുപോയതല്ലേ, അത് പിന്നെ എന്താ ചെയ്യ, കളയോ? ഓ, എന്താ എന്റെ മോളുടെ ഒരു ശ്രദ്ധ. ആ മനുഷ്യന്റെ അവശത കണ്ട് പറഞ്ഞതാ ഞാൻ. ഒരു നേരം ഒരു പൊതിച്ചോറ് കാക്കാക്കിട്ട് കൊടുത്തെന്ന് വെച്ച് മഹാ അപരാധമൊന്നും ആവില്ല. എന്റെ അമ്മേ, സമാധാനത്തോടെ ഇതൊന്ന് നോക്കിക്കോട്ടെ. ശരി, ഞാനൊന്നും പറയണില്ല. ഇതിന്റെ കുറ്റബോധം കുറെ കഴിയുമ്പോ നിനക്ക് ഉണ്ടായിക്കോളും. അയ്യോ മോളെ ആതിരെ, സൂക്ഷിച്ച്. എന്നാ അമ്മ ഒരു കാര്യം ചെയ്, ഒക്കെ എടുത്ത് അലമാരയിൽ വെച്ച് പൂട്ട്. എന്നിട്ട് ആ താക്കോലിങ്ങിത്താ. കല്യാണ മണ്ഡപത്തില് ആ താക്കോല് ഞാൻ കഴുത്തിൽ കെട്ടിക്കോളാം. നിനക്ക്
നിനക്കെന്താടി പതിവില്ലാത്തൊരു ദേഷ്യം? പാവം വിമലാന്റി കൊണ്ടു അത്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നീ ഇങ്ങനെ ഒരു സ്വർണം വാങ്ങല്? കല്യാണ പെണ്ണിനെ കൂടാതെ പെണ്ണുങ്ങൾ ആരും പോവാതെ ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം. സത്യം, മൊബൈൽ ചലിച്ചു. കിഴക്ക് വശത്ത് നിന്നാ ശുഭലക്ഷണാട്ടോ. ഹലോ, എന്ത് ചെയ്യാ? അമ്മ എടുത്തിട്ടുണ്ടോ? ഇല്ല. ആതിരയും കവിതയും സുമയും ഇവിടെ ഉണ്ട്. ആഭരണങ്ങൾ നോക്കുക. ശിക്ഷയുടെ കാലാവധി തീരാറായാൽ തടവ് പുള്ളിക്ക് ഭയങ്കര വെപ്രാളാ. എങ്ങനെയെങ്കിലും വീടെത്താനുള്ള ആവേശം. ശിക്ഷ തീരാൻ 2 ദിവസം മാത്രം ബാക്കിയുള്ള ഒരു ജയിൽ പുള്ളിയുടെ അവസ്ഥയിലാണ് ഞാനിപ്പോ. ദീപേട്ടന് പറ്റിയ ഉദാഹരണം. ജയിലും ജയിൽ പുള്ളി. എന്റെ അവസ്ഥ അങ്ങനെ തന്നെയാ. എങ്ങനെയെങ്കിലും ദീപേട്ടന്റെ അടുത്തെത്താനുള്ള ആവേശം. ഇനിയിപ്പോ എന്തായാലും ജയിലിൽ ചാടണ്ട. 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ. ഞാൻ ആലോചിക്കുക, കല്യാണ നിശ്ചയം വരെയും നമ്മൾ തമ്മിൽ ഒരു പരിചയമില്ലായിരുന്നു. പക്ഷെ ഈ 2 മാസം കൊണ്ട് 2 കൊല്ലം പ്രണയിച്ച് നടന്നവരെ പോലെ നമ്മൾ അടുത്തു. ഇല്ലേ? ഞാൻ പറയുന്നത് ശരിയല്ലേ? ശരിയാ. ഇങ്ങനെ 2 മാസം നീളാൻ കാരണം ദീപേട്ടൻ തന്നെയല്ലേ? എന്തിനാ സ്ത്രീധനമായിട്ട് 2 ലക്ഷം വേണമെന്ന് വാശി പിടിച്ചേ? അതും കല്യാണത്തിന്റെ തലേന്ന് തന്നെ മുഴുവൻ തുകയും കിട്ടണമെന്ന് പറഞ്ഞില്ലേ? എന്റെ പൊന്നുമോളെ, ഈ ഒരു കുറ്റം നീ എന്റെ തലയെ കൊണ്ട് ചാർത്തല്ലേ. ദിവാകരണങ്ങളിനോട് സ്ത്രീധനക്കാര്യം അച്ഛൻ പറഞ്ഞതിന് ശേഷമാണ് ഞാനിത് അറിയുന്നത് തന്നെ. അതിനെ ചൊല്ലി ഞാൻ വീട്ടിലൊരു ബഹളം ഉണ്ടാക്കുകയും ചെയ്തു. ചത്ത് കളയുന്നൊക്കെ അമ്മ ഭീഷണിപ്പെടുത്തിയ പിന്നെ ഞാൻ എന്താ ചെയ്യാ? ഏയ്, ഞാൻ വെറുതെ പറഞ്ഞതാ ദീപേട്ട. 2 ലക്ഷം ഒപ്പിച്ചെടുക്കാൻ വേണ്ടിയാ അച്ഛൻ 2 മാസം കല്യാണം നീട്ടി ഒപ്പിച്ചേ. ഇപ്പൊ എന്തായാലും അത് 2 ദിവസമായിട്ട് ചുരുങ്ങി കിട്ടിയല്ലോ. ശരി എന്റെ പ്രീതമേ, ഇനി നമുക്ക് കല്യാണ മണ്ഡപത്തിൽ വെച്ച് കാണാം. ഓക്കേ? ശരി ശരി. ഓക്കേ. തന്റെ ചമ്മന്തിക്ക് നല്ല എരിവുണ്ട് ശേഖര. സാധാരണ പതിവില്ലാത്തതാണല്ലോ. ആ, പതിവില്ലാത്ത പലതും കണ്ടോണ്ടിരിക്കുകയല്ലേ നമ്മള്. എരിവ് കൂടുമ്പോ തലക്കനവും കൂടുമെന്ന് ഇപ്പോഴാ മനസ്സിലായത്. എടോ, ചമ്മന്തി മോശമായെന്നല്ല ഞാൻ പറഞ്ഞത്, എരിവ് കൂടിയതുകൊണ്ട് നന്നായിന്നാ. അതിന് താനെന്തിനാ തലക്കനമെന്നൊക്കെ പറയുന്നേ? ഏയ്, വാസുള്ളെ പറ്റിയല്ല, ഞാൻ എന്റെ കാര്യം തന്നെ പറഞ്ഞതാ. കഴിഞ്ഞ 2 മാസമായിട്ട് എനിക്ക് ഭയങ്കര തലക്കനം. തലക്കനം മാത്രമല്ല, അഹങ്കാരവും. ഇയാൾക്കിത് എന്ത് പറ്റി? സാറെന്താ കഴിക്കാത്തെ? കുറെ നേരം ആയല്ലോ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്. ഞാൻ മറ്റന്നാളത്തെ ഓ ഓ മറ്റന്നാളത്തെ കാര്യം ഒന്നും ശരിയായില്ലല്ലേ? അല്ല, മറ്റന്നാൾ കൊടുക്കേണ്ട പണം ദിവാകരേട്ടൻ ഇങ്ങനെ അന്തിച്ചിരുന്നാ മതിയോ? എന്തെങ്കിലും ചെയ്യണ്ടേ? ഇനിയിപ്പൊ എന്താ മോഹനാ ഞാൻ ചെയ്യണ്ടേ? ആ കൃഷ്ണൻ നായരുടെ കാല് പിടിച്ചിട്ടാ അയാള് ആ വീടും പറമ്പും പണയത്തിനെടുത്ത്. ഇനിയിപ്പോ ഒന്നുമില്ല എന്റെ കയ്യില്. വീട് പണയപ്പെട്ടാലും സംഗതി ശരിയായില്ലേ? പണയമൊക്കെ പതുക്കെ നമുക്ക് തിരിച്ചെടുക്കാം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം രജിസ്ട്രേഷൻ ഒന്നുമില്ല. ദിവാകരേട്ടൻ വേഗമാ കാശ് കൊണ്ടുകൊടുക്കാൻ നോക്ക്. താൻ ഏത് കാശിന്റെ കാര്യാ മോഹനായി പറയുന്നേ? വീടും പറമ്പും പണയപ്പെടുത്തിയിട്ട് എനിക്ക് കിട്ടിയത് ആകപ്പാടെ 3 ലക്ഷമാ.
അതിന്റെ കൂടെ എന്റെ സമ്പാദ്യം കൂടെ കൂട്ടി 50 പവൻ തികച്ചും വാങ്ങിക്കൊടുത്തു അരമണിക്കൂർ മുമ്പ്. ഇനിയിപ്പോ കടം ചോദിക്കാൻ ഒരാളുമില്ല, വിൽക്കാൻ ഒരു സാധനമില്ല എന്റെ കയ്യില്. അപ്പോ ശ്രീധന തുക 2 ലക്ഷത്തിന്റെ കാര്യോ? എനിക്കറിയില്ല മോഹന, എന്താ ചെയ്യേണ്ടത്? ദിവാകരട്ടെ എന്ത് മണ്ടത്തരായി കാട്ടിയേ. 2 ലക്ഷം ബാലകൃഷ്ണേട്ടന് കൊടുത്തിട്ട് ബാക്കി തുകയ്ക്ക് പൊന്നെടുത്താ പോരായിരുന്നു. കാഴ്ചയ്ക്ക് പോരാത്തത് തൽക്കാലം മുക്കുകൊണ്ടവൻ കൊടുക്കണം. പിന്നെ ആരും അറിയാതെ പൊന്നു മാറ്റിവെച്ചാ പോരെ. ആരെയും ചതിക്കാൻ എനിക്ക് പറ്റില്ല മോഹന, പ്രത്യേകിച്ചും എന്റെ മോളെ. ദിവാരേട്ടാ, പണം കൊടുത്തില്ലെങ്കിൽ അയാൾ കല്യാണം നടത്താൻ സമ്മതിക്കില്ല. കാശിന് ഇത്രയും ആർത്തിയുള്ള ഒരുത്തൻ ഈ ഭൂമി മലയാളത്തിൽ വേറെ കാണില്ല. മോഹന, താൻ ചെന്ന് ആ ബാലകൃഷ്ണനെ ഒന്ന് കാണ. ഒരു 2 മാസത്തെ സാവകാശം എനിക്ക് വേണ്ടിയിട്ട് ചോദിക്ക്. നടക്കില്ല ദിവാരേട്ടാ. ദീപകിന്റെ ചേച്ചി ഗായത്രിക്ക് കൊടുക്കാനുള്ളതാ ഈ തുക. ഇത് കൊടുത്തിട്ട് വേണം മുറിഞ്ഞുപോയ ആ ബന്ധം ബാലകൃഷ്ണേട്ടന് കൂട്ടിച്ചേർക്കാൻ. 2 മാസത്തെ അവധിയും ചോദിച്ച് ഞാനെങ്ങാൻ അവിടെ കയറി ചെന്ന ആട്ടി ഇറക്കും എന്നെ. എന്റെ മോളുടെ കല്യാണം മുടങ്ങുമോ മോഹന? ഇല്ല, കല്യാണം മുടങ്ങാതിരിക്കാൻ ദിവാകരേട്ടൻ മനസ്സ് വെച്ചാൽ മതി. സംഗതി നാളെ തന്നെ ശരിയാവും. എന്താ മോഹന ഈ പറയുന്നേ? വേറൊന്നുമല്ല, കഴിഞ്ഞ 2 മാസമായിട്ട് 3-4 വട്ടം ദിവാരേട്ടനോട് പറഞ്ഞ കാര്യം തന്നെയാ ആ ജയപാലൻ മുതലാളിയുടെ കേസ്. താൻ അക്കാര്യം മാത്രം എന്നോട് മിണ്ടിപ്പോകരുത്. 4 വട്ടം പറഞ്ഞെങ്കിലേ ആ 4 വട്ടവും തന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കള്ളപ്രമാണത്തിന് കൂട്ടുനിൽക്കാൻ എന്നെ കിട്ടില്ലെന്ന്. ഓ, ഒന്ന് പതുക്കെ. വേണ്ടെങ്കിൽ വേണ്ട. മൂക്കോളം മുങ്ങി നിൽക്കുമ്പോൾ ഞാനൊരു കയറിട്ട് തരുന്നത് എനിക്ക് എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടിയിട്ടല്ല. പ്രസീത മോളുടെ മുഖം ഓർത്തിട്ടാ. ഒരേ ഒരു ദിവസം മാത്രമേ ഉള്ളൂ ദിവാരേട്ടന് പ്രവർത്തിക്കാൻ. ഇതിന്റെ പേര് കല്യാണം മുടങ്ങിയാൽ ദിവാകരേട്ടന്റെ മോള് എന്തെങ്കിലും കടുങ്കൈ ചെയ്താലോ? മോഹന, ഇപ്പോഴത്തെ കുട്ടികളാ മൊബൈൽ ഫോണും സ്വാതന്ത്ര്യവും ഒക്കെയുള്ള കാലം. അവരിപ്പോ നല്ല അടുപ്പത്തിലായിട്ടുണ്ടാവും. ഈ അവസ്ഥയിൽ കല്യാണം മുടങ്ങിയാൽ ആൽപ്പറമ്പിൽ തറവാട് തന്നെ ഇല്ലാതാവും. 25 കൊല്ലം കൊണ്ട് ദിവാകരനെ ഞാൻ അറിയുന്നതല്ലേ. ജീവിതത്തിൽ ഇന്നേ വരെ 10 പൈസ പോലും കൈക്കൂലി വാങ്ങാത്ത ദിവാരേട്ടൻ ഇത്തവണയും ഒന്നും വാങ്ങണ്ട. സംഗതി ഞാൻ വാങ്ങി നേരെ ബാലകൃഷ്ണേട്ടൻ്റെ വീട്ടിലെത്തിച്ചോളാം. വാസുള്ള രഹസ്യമായി ആധാരം ശരിയാക്കിയോളും. അത് വായന ഒഴിവാക്കി സീൽ പതിച്ച് രജിസ്റ്റർ ചെയ്യണം. ഒരു കണ്ണടയ്ക്കൽ അത്രേ വേണ്ടൂ. ഇല്ലെങ്കിൽ പ്രസീതമോളുടെ ജീവിതം എന്താവുമെന്ന ദിവാരേട്ടൻ കരുതണേ. ജയപാലൻ മുതലാളിയോട് ഞാൻ സമ്മതം പറയട്ടെ. ശിവേ സർവാർത്ഥ സാധകേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ നമോസ്തുതേ. ഒരു കരിങ്കല്ലിനുള്ളിൽ എന്തിരിക്കുന്നു, അത് ശില്പിക്കു മാത്രം അറിയും രഹസ്യം. ഒരു ഭക്തന്റെ ഉള്ളിലെന്തിരിക്കുന്നു, അന്ധവിശ്വാസത്തിൻ കൊടുങ്കാടതു പരസ്യം. കൊള്ളാം കൊള്ളാം. ഈ കവിത നമ്മുടെ സമ്മേളനത്തിന് അവതരിപ്പിക്കണം. പ്രവീ, ആ നീ ഒന്നിങ്ങ് വന്നേ. ഞാൻ ഇത്തിരി വൈകിപ്പോയി അർച്ചനെ. കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ആയോ ആന്റി? ഇന്നുച്ചയ്ക്ക് ആഭരണങ്ങൾ വാങ്ങിച്ചു. ഇനി കുറച്ച് കാശും കൂടി ശരിയാവാനുണ്ടെന്നാ തോന്നുന്നേ. അതൊക്കെ നടക്കും ആന്റി. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ല, പ്രസീത എന്താ എന്നെ വിളിക്കാഞ്ഞേ?
ഞാൻ അവളോട് പറഞ്ഞതാ പൊന്നെടുത്ത് അറിയിക്കണമെന്ന്. അവളാകെ പിണങ്ങിയിരിക്കുക മോളെ. ദിവാകരേട്ട ഒറ്റയ്ക്ക് പോയിട്ടാ പൊന്നെടുത്തെ. ഒക്കെ പഴയ ഫാഷനാന്ന് പറഞ്ഞ് മുഖം വീർപ്പിച്ചിരിക്കുക പ്രസി അവിടെ. പെൺകുട്ടികളുടെ വലിയൊരു ആശയല്ലേ കല്യാണത്തിനുള്ള ആഭരണങ്ങള് തന്നെത്താൻ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. എന്താ ചെയ്യാ, അവളുടെ ഇഷ്ടം നോക്കാൻ നിന്നാ ഇന്നും പൊന്നെടുക്കൽ നടക്കില്ല. സാരമില്ല ആന്റി, ഞാൻ വിളിച്ച് സമാധാനിപ്പിച്ചോളാം. എന്താ അമ്മേ? ദാ പ്രസാദം. എന്ത് പ്രസാദം? ആവൂ, പാരലൽ കോളേജ് മലയാളം വിദ്വാന്റെ അറിവാപാരം തന്നെ. പ്രസാദ് എന്ന് വച്ചാ ദേവനോ ദേവിക്കോ അർച്ചിച്ചതിന്റെ ബാക്കിന്നാ മാഷെ അർത്ഥം. ഓ, 2 ഭക്തകളും കൂടി എന്നെ മലയാളം പഠിപ്പിക്കല്ലേ? നിങ്ങൾ വഴക്കിടണ്ട. ദാ ഒരു കഷ്ണം പഴമെങ്കിലും എടുത്ത് കഴിക്കേ. എന്റെ പൊന്നമ്മേ, കരിങ്കലിനെ പൂജിച്ചാൽ നന്മയും ഐശ്വര്യവും വരില്ലെന്ന് 1000 തവണ ഓതി തന്നിട്ടില്ല ഞാൻ. അതിന് സ്വന്തം കഴിവിനെ പൂജിച്ച് ഉണർത്തിയെടുക്കണം. ഓ, ദേവനും ദേവിയും അവരുടെ മക്കളും ഒക്കെ കൂടി ഇന്ത്യയിലെ ജനങ്ങളെ മടിയന്മാരാക്കുക ചെയ്യുന്നേ. അമ്മ നോക്കിക്കോ, അഖിലേന്ത്യാ യുക്തിവാദ പരിഷത്തിന്റെ അണിയാരംകുന്ന് ബ്രാഞ്ച് 5ാം വാർഷികം ആഘോഷിക്കുമ്പോഴേക്കും 5000 ഭക്തന്മാരെ ഞാൻ യുക്തിവാദികളാക്കിയിരിക്കും. ഓ, എന്തു വിഡിതമായതൊക്കെ! 10 കൈയുള്ള മഹാകാളി, 4 കൈയുള്ള ഗുരുവായൂരപ്പൻ, 3 കണ്ണുള്ള... മതി ഈശ്വരനിന്ദ. നിന്നോട് പ്രസാദം വേണോന്ന് ചോദിച്ചാ എന്നെ വേണം തല്ലാൻ. വാ മോളെ. പ്രവിയേട്ട, യുക്തിവാദം അസലായിട്ടുണ്ട് കേട്ടോ. പക്ഷേ സൗരയൂഥങ്ങൾക്കപ്പുറത്ത് എന്താണെന്ന് കണ്ടെത്താൻ പ്രവിയേട്ടന്റെ യുക്തിവാദത്തിന് കഴിയില്ല. ഒന്നോർത്തോളൂട്ടോ, അവസാനം എല്ലാവരും എത്തിച്ചേരണ ഒരഭയസ്ഥാനുണ്ട്.